നേത്ര ശസ്ത്രക്രിയാ വിദഗ്ധരുടെ സംഘടനയായ കേരള സൊസൈറ്റി ഓഫ് സർജൻസ് 52ാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാഴ്ചശക്തി നിലനിർത്തുകയാണ് നേത്രരോഗ വിദഗ്ധരുടെ ജോലി. സ്വർണം കണ്ടാലും കണ്ണുമഞ്ഞളിക്കാതെ നോക്കലാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജോലി. ലോകത്തുള്ള എല്ലാ കുഴപ്പത്തിനും കാരണം തെറ്റായ കാഴ്ചയാണ്. വേണ്ടാത്ത കാര്യങ്ങൾ കാണാതിരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകുമെന്നും കെ ജയകുമാർ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും അല്ലെങ്കിൽ റോങ് ഡൂയിങ്സിൻ്റെയും കാരണം ഇവൻ്റെ കാഴ്ചശക്തിയുടെ പ്രശ്നമാണ്. കാരണം പീപ്പിൾ ഹാവ് പെർവേർട്ടഡ് വ്യൂസ് അബൌട്ട് അക്യൂസിഷൻസ്, പൊസിഷൻസ്, ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള കാഴ്ചശക്തി ഉണ്ടാക്കലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ജോലി. അല്ലെങ്കിലും നമ്മളൊക്കെ ദൈവവിശ്വാസികളൊക്കെ ആണല്ലോ. അപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ വാട്ട് ഈസ് എഫമറൽ, വാട്ട് ഈസ് പെരിഷബിൾ, വാട്ട് ഈസ് ഫോർ എവർ നിലനിൽക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു കാഴ്ചശക്തി ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠം എന്നാണ് ഞാനിപ്പോൾ നമ്മളെല്ലാം ഈ ലോകത്ത് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ പലരെ പറ്റിയും പരിതപിക്കുന്നുണ്ട്. എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാണാൻ പോയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അതുകൊണ്ടാണല്ലോ പണ്ട് ഉള്ളൂരിൻ്റെ ഒരു കവിതയുണ്ട്, എന്താണ്, പുറം കണ്ണ് തുറപ്പിക്കും പുലർവേളയിൽ അംശുമാൻ. അംശുമാൻ എന്ന് പറയാൻ സൂര്യൻ. രാവിലെ നമ്മുടെ എക്സ്റ്റേണൽ ഐസ് വിൽ ബി ഓപ്പൺ. എന്നാൽ അകംകണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ആശാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാസത്തിന് എങ്ങനെ ഉപയോഗിച്ചെങ്കിലും വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് കൊണ്ട് മാത്രമേ അകക്കണ്ണ് തുറക്കുകയുള്ളൂ. ഈ അറിവാണ് അത്. എക്സ്റ്റേണൽ ഐസ് അല്ല, ഇൻറ്റേർണൽ ഐസ് തുറക്കണമെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള വിവേകമുണ്ടാവണം. ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണ്ട. കാഴ്ചശക്തിയാണ്. വേണ്ടാത്ത കാര്യങ്ങളിൽ കണ്ണ് പതിഞ്ഞ് അത് പണ്ട് കുഞ്ചൻ നമ്പ്യാർ കൊണ്ടുപോവാ എന്ന് കൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ആളുകൾ ഈ കുഴപ്പത്തിലൊക്കെ ചാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബോത്ത് ഓഫ് us are engaged, or Kerala society is also trying to distinguish between what is wrong sight and what is correct sight. ഇതാണ് ഇപ്പോൾ ഞാനും നിങ്ങളും കൂടെ ഉള്ളൊരു ബന്ധം, ഒരു സ്വർണം വഴിയുള്ള ബന്ധമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മഞ്ഞളിക്കരുത്. ആരോഗ്യമേഖലയിൽ സ്വകാര്യവൽക്കരണത്തിന് എതിരില്ലെന്നും അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യണമെന്നും ജയകുമാർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജി മഹേഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി കയറുനിസ മുഖ്യ അതിഥിയായിരുന്നു. കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റായി ഡോക്ടർ രാജീവ് സുകുമാർ ചുമതലയേറ്റു. ഡോക്ടർ എസ് ശശികുമാർ, ഡോക്ടർ കെ എസ് ഗോപിനാഥൻ നായർ, ഡോക്ടർ ബി ജെ പ്രസാദ്, ഡോക്ടർ അനീഷ് മാധവൻ, ഡോക്ടർ സി ബിജു ജോൺ, ഡോക്ടർ ദിവ്യ കൃഷ്ണൻ, ഡോക്ടർ രാഗി ഡിക്രൂസ്, ഡോക്ടർ നമ്രത ശർമ്മ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തെ 1200 ഡോക്ടർമാരും മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള 200ഓളം PG വിദ്യാർത്ഥികളും സമ്മേളനത്തിൽ പങ്കെടുത്തു.